السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر بالقرآن من يخاف وعيد. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, ഈ ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ കാഞ്ഞങ്ങാട് പ്രദേശത്ത് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. സത്യത്തെ വളച്ചുകെട്ടില്ലാതെ പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും വശംവദരാകാതെ ആളുകൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ ധാരാളം എതിർപ്പുകളും ഈ ഒരു പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസത്തിൽ നടന്ന ഒരു മുഖാമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത്തരം മുഖാമുഖങ്ങളെയെല്ലാം ഒന്നുകിൽ അതിന് മറുപടി എന്നോണം എന്തെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന പ്രവണതയോ, അല്ലെങ്കിൽ ഇനിയൊരു മറുപടി വരാത്ത രൂപത്തിൽ സമൂഹത്തെ മറ്റൊരു തലത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവണതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ പറയുന്ന വിഘടിത സമസ്ത വിഭാഗം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് സലഫികളായ ആളുകളെ അവർക്കില്ലാത്ത വാദങ്ങൾ ആരോപിച്ചുകൊണ്ട് അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരാണ് എന്നും അവർ മറ്റുള്ളവരെ ശിർക്കാരോപിക്കുകയാണ് എന്നും കുഫർ ആരോപിക്കുന്നവരാണ് എന്നും
അമ്പിയ ഔലിയാക്കളോട് സ്നേഹമില്ലാത്തവരാണ് എന്നും അങ്ങനെ ധാരാളക്കണക്കിന് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാവപ്പെട്ട പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഏർപ്പാട് സലഫികളിൽ നിന്ന് ഇത് കേൾക്കുവാനുള്ള അവസരത്തെ പൊതുസമൂഹത്തിന് നിഷേധിക്കുക എന്നതാണ്. കേൾക്കരുത്, അത് പുത്തൻവാദമാണ്, പുത്തൻ പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സലഫികൾ എന്തു പറയുന്നു എന്ന് കേൾക്കുവാനുള്ള അവസരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, പൊതുസമൂഹത്തിന്റെ കാതുകൾ മൂടിക്കെട്ടുന്ന ഒരു പ്രവണതയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏതു കാലഘട്ടത്തിലും ആളുകൾക്ക് മുന്നിൽ സത്യസന്ധമായി ഉള്ളതിനെ ഉള്ളതുപോലെ പറയുന്ന വിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്ത് പഠിപ്പിച്ചുവോ അതിനെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അതേ രൂപത്തിൽ മനസ്സിലാക്കണമെന്ന് ആളുകളെ ഉത്ബോധിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷം ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും കുഫറിന്റെയും മാർഗത്തിലേക്ക് അവർ കടന്നു പോവുകയും ചെയ്യുമ്പോൾ അവരെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താനുള്ള ശ്രമങ്ങളാണ് എല്ലാ കാലഘട്ടങ്ങളിലും വളരെ സുപ്രധാനമായി കൊണ്ട് മുജാഹിദുകൾ അഥവാ സലഫികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെയും ഏതെങ്കിലും രൂപത്തിൽ ശിർക്ക് ആരോപിക്കുകയല്ല പ്രിയമുള്ളവരെ. ഇന്നവർ മുശ്രിക്കാണ് എന്ന് പറയുന്ന ഏർപ്പാടും അങ്ങനെ ഒരു പണിയും സലഫികൾ ചെയ്യാറില്ല. മറിച്ച് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത് ശിർക്കാണ്, ഇന്നത് കുഫറാണ്, ഇന്നത് ബിദ്അത്താണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നു എന്ന് മാത്രമേയുള്ളൂ. ഇത്തരം ബിദ്അത്തിന്റെയും അതുപോലെ തന്നെ ദീനിനെ വക്രീകരിക്കാൻ തെളിവ് കണ്ടുപിടിക്കുന്നവരുടെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണങ്ങളെ ആളുകൾക്ക് മുന്നിൽ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായും മതം കൊണ്ട് പണം സമ്പാദിക്കുന്ന ആളുകൾക്ക് എതിർപ്പുണ്ടാവുക എന്നത് അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നടക്കുന്ന സംസാരങ്ങൾ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സശ്രദ്ധമായി നിങ്ങൾ കേൾക്കുക, നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് സത്യമെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ആരെയും നിർബന്ധിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏതെങ്കിലും നിലക്കുള്ള സാമ്പത്തികമായ രൂപത്തിലുള്ള ചൂഷണം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സാധാരണ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നീട് അവനിൽ ശിർക്ക് വരില്ല എന്നുള്ളത്. ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ 100% ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരാണ്. പിന്നെ ഞങ്ങളിൽ എങ്ങനെ ശിർക്ക് വരാനാണ് എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് നമുക്ക് ചോദിക്കാനുള്ള പറയാനുള്ള മറുപടി മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളെയാണ്, എത്ര ആരാധ്യരെയാണ് നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്? കുല്ല ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി വഹുവ സ്വനമുക, നിങ്ങൾ പ്രയാസഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവലംബമായി കാണുന്ന ഏതെല്ലാം ശക്തികളുണ്ടോ വ്യക്തികളുണ്ടോ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്, അതുകൊണ്ട് നിന്റെ നാവ് കൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്ക് ഉപകാരം ചെയ്യില്ല. നിന്റെ മനസ്സിൽ ശിർക്കുണ്ട്. ഇത് പറഞ്ഞത് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുള്ളയാണ്.
പ്രിയമുള്ളവരെ, എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. മറിച്ച് ഇബാദത്തിന്റെ മുഴുവൻ വശങ്ങളും അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന എല്ലാ ആരാധനകളും, അത് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും തവക്കുലുകളും എല്ലാം ആ റബ്ബിലേക്ക് മാത്രം നൽകേണ്ടതിന് പകരം മറ്റുള്ള ഇതര സൃഷ്ടിജാലങ്ങളിലേക്ക് വഴിമാറിപ്പോയാൽ, പ്രിയമുള്ളവരെ, ഏറ്റവും ഗൗരവമുള്ള കാര്യമാണത്. കാരണം മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ആദർശം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുസ്ലിമായി കഴിഞ്ഞാലും അവനിൽ ശിർക്ക് വരാം. അതുകൊണ്ടല്ലേ ഓരോ പ്രവാചകന്മാരും റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതാ അവിടുന്ന് ദുആ ചെയ്യുന്ന റബ്ബിനോട് വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുന്നു, വജ്നുബിനി വബനിയ, പടച്ചവനെ എന്നെയും എന്റെ മക്കളെയും നീ ഒഴിവാക്കണം. അൻ നഅബുദൽ അസ്നാം, അസ്നാമുകളെ, ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, അത്തരം ഒരു ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു പോയെങ്കിൽ, പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ മുഴുവൻ പേടിച്ചു പോയ കാര്യമാണ് ശിർക്ക് ജീവിതത്തിൽ വരുമോ എന്നുള്ളത്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ദൂനി മിൻ ബഅദി. അതാ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ ഇത് ഖാല ലിബനീഹി, തന്റെ മക്കളോട് അദ്ദേഹം ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എന്റെ കാലശേഷം നിങ്ങൾ മക്കളെ ആരെയാണ് ആരാധിക്കുക? മക്കള് പറയുന്ന മറുപടി എന്താ? അതാ മക്കള് പറയുന്ന മറുപടി ഖുർആൻ പറയുകയാണ്, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാക ഇലാഹൻ വാഹിദാ വ നഹ്നു ലഹു മുസ്ലിമൂൻ. എന്താ പ്രിയമുള്ളവരെ, മരണാസന്നനായി കിടക്കുന്ന അതാ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് ചോദിക്കുകയാണ്, മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നീട് ശിർക്ക് വരില്ലെങ്കിൽ, മുഅ്മിനായി കഴിഞ്ഞാൽ പിന്നെ ശിർക്ക് വരില്ലെങ്കിൽ, പിന്നെ എന്തിനാണ് ഈ പ്രവാചകന്മാർ തന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ മക്കളോട് ചോദിക്കുന്നത്? ഇത് മക്കളെ, എനിക്കു ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ആരോടാണ് നിങ്ങൾ ഇബാദത്ത് എടുക്കുക എന്ന് ചോദിക്കുമ്പോ അതാ മറുപടി പറയുന്നു മക്കൾ, നഅബുദു ഇലാഹക, പിതാവേ നിങ്ങൾ ആരെയാണോ ആരാധിച്ചത് ആ ഇലാഹിനെയാണ് ഞങ്ങളും ആരാധിക്കുക. ഇബ്രാഹീമ, അതുപോലെ തന്നെ വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്, അങ്ങയുടെ പൂർവ്വപിതാക്കളായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഒക്കെ ഇലാഹാരോ അവരോടാണ് ഞങ്ങൾ ദുആ ചെയ്യുക. അപ്പൊ പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ ഇത് ഭയന്നിട്ടുണ്ട്, പ്രവാചകന്മാർക്ക് പേടിയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്ന് പറഞ്ഞ ആളുകൾ എന്താ പറഞ്ഞത്? മുസ്ലിയാക്കന്മാർ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നീട് ശിർക്ക് വരുന്നതിന് ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കറുത്ത പാറയിലൂടെ കറുത്ത ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക് കടന്നു വരുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോവുകയാണ്. എത്രയെത്ര തെളിവുകളാണ് പ്രിയമുള്ളവരെ, അല്ലേ? ശിർക്ക് വരും പ്രിയമുള്ളവരെ, വിശ്വാസിയായാലും ശിർക്ക് വരും. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ദിനേന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആളുകളോടാണ് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? നിങ്ങൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ദിനേന ഉച്ചരിക്കുന്നു. അതോടൊപ്പം അതാ അവർ മറ്റുള്ള ആളുകളോട് ആരാധന നിർവഹിക്കുന്നു, മറ്റുള്ള ആളുകളോട് അവർ ദുആ ചെയ്യുന്നു, അവരുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗശമനത്തിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി പല ഖബറുകളുടെ അടുക്കലേക്കും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു. ഇബാദത്തിന്റെ ഏതൊക്കെ വശങ്ങളുണ്ടോ എല്ലാം സൃഷ്ടികളിലേക്ക് അവർ വകവെച്ചു കൊടുക്കുകയാണ്.
അല്ലെ? എന്നാലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുമുണ്ട്. അവരോടുള്ള ചോദ്യമാണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയുടെ ചോദ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, എന്തിനാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത്? എന്തിനാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത്? ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ വ്യക്തിത്വമല്ലയോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുന്ന് പഠിപ്പിച്ച, അവിടുന്ന് ജനങ്ങളോട് പഠിപ്പിച്ച ആദർശം എന്താണ്? അല്ലാഹനെ പോലെ മറ്റൊരു റബ്ബിനെ ദുആ ചെയ്ത ആളുകളോടാണോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്? അല്ലാഹനെ പോലെ ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടി തേടിയാലേ ശിർക്ക് വരൂ എന്നാണ് പ്രിയമുള്ളവരെ ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബാണ് എന്ന വിശ്വാസം വേണം. അഥവാ മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടുമ്പോൾ മുഹ്യിദ്ദീൻ ശൈഖ് റബ്ബാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ. അതുപോലെ തന്നെ മമ്പുറങ്ങൾ റബ്ബാണ്, ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം അത് ശിർക്കല്ല എന്നാണ് പ്രിയമുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കടന്നു വരുന്ന ജനത, ആ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ, അവരുടെ വിശ്വാസം എന്താണ്? അല്ലാഹ് എന്ന് പറഞ്ഞവരാണോ? റബ്ബില്ല എന്ന് പറഞ്ഞവരാണോ? അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചവരാണോ? പ്രിയമുള്ളവരെ, നമ്മൾ ഗൗരവമായി പഠിക്കണം. നോക്കൂ നിങ്ങൾ, ആ മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുമ്പോ അവരതാ തൽബിയത്ത് ചൊല്ലുകയാണ്. അവരുടെ തൽബിയത്ത് എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക. ആരുടെ തൽബിയത്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തൽബിയത്തല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തൽബിയത്തല്ല. മക്കയിലെ ഒന്നാം അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന ആളുകളുടെ തൽബിയത്താണ്. എന്താണ് അവർ പറഞ്ഞത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചവനെ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ. ഇത് പറയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, നിർത്തൂ നിങ്ങൾ, ഇതിന്റെ അപ്പുറം നിങ്ങൾ പറയരുത്, ഇതിന്റെ അപ്പുറം നിങ്ങൾ പറയരുത്. പക്ഷേ അവർ നിർത്തിയില്ല. അതിന്റെ അപ്പുറം അവർ പറയുകയാണ്, ഇല്ലാ ശരീകൻ, ഒരു പങ്കാളിയല്ലാതെ, ഹുവലക, ആ പങ്കാളി റബ്ബേ നിനക്കുള്ളതാണ്, തംലികുഹു, ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തുന്നത്, വമാ മലക, ആ പങ്കാളിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ എല്ലാം നീ നൽകിയിട്ടുള്ള കഴിവാണ് റബ്ബേ എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ, അഥവാ റബ്ബ് കൊടുത്ത കഴിവിൽ നിന്ന് അവർ ലാത്തയോട് തേടിയത്, റബ്ബ് കൊടുത്ത കഴിവിൽ നിന്ന് ഇബ്രാഹിം നബിയോട് തേടിയത്, റബ്ബ് കൊടുത്ത കഴിവിൽ നിന്നാണ് ഇസ്മായിൽ നബിയോട് തേടിയത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഡസൻ കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു പറയുകയാണ്, ഖുൽ നബിയെ അവരോട് ചോദിച്ചു നോക്ക്, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള് അമ്മൻ യംലികു സമ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ ഫലാ തത്തഖൂൻ. നബി അവരോട് ചോദിച്ചു നോക്ക്, അഥവാ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചു നോക്ക്, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ആരാണ് നിങ്ങൾക്ക് ആകാശങ്ങളിലും ഭൂമിയിലും ഉപജീവനം നൽകുന്നത്? അമ്മൻ യംലികു സമ വൽ അബ്സാർ, ആരാണ് കാഴ്ചയെയും കേൾവിയെയും അധീനപ്പെടുത്തിയത്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ, നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും സൃഷ്ടിക്കുന്നവൻ ആരാണ്? അതേ, വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? അവർ പറയുന്ന മറുപടി ഖുർആനാണ് പറയുന്നത്. അബൂജഹലിന്റെ മറുപടി, ഉത്ബത്തിന്റെ മറുപടി ലാത്തയാണെന്നല്ല, ഉസ്സയാണെന്നല്ല, ഇബ്രാഹിം നബിയാണെന്നല്ല, മറിച്ച് ഖുർആൻ പറയുന്നു ഫസയഖൂലൂന അല്ലാഹ്, അവർ അല്ലാഹുവാണെന്ന് പറയും. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, ഫഖുൽ നബിയെ പറയവരോട്, അഫലാ തത്തഖൂൻ, എന്തേ നിങ്ങൾ തഖ്വയുള്ളവരാകുന്നില്ല? മാത്രമല്ല വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, നബി അവരോട് ചോദിച്ചു നോക്കിയാൽ ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? വസഖറ ശംസ വൽ ഖമർ, സൂര്യചന്ദ്രാദികളെ ആരാണ് അധീനപ്പെടുത്തിയത്? ലയഖൂലുന്നല്ലാഹ്, അവർ പറയുന്ന മറുപടി എന്താ? അല്ലാഹുവാണ് എന്നാ. ലയഖൂലുന്നല്ലാഹ്,
അല്ലാഹുവാണ് എന്നവർ മറുപടി പറയുക തന്നെ ചെയ്യും നബിയേ. ഫഅന്നാ യുഫകൂൻ, അപ്പോൾ എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? എത്ര ആയത്തുകളാണ്. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, നബിയെ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചു നോക്ക്, ആരാ നിങ്ങൾക്ക് വാനലോകത്ത് നിന്ന് മഴ ഇറക്കി തരുന്നത്? ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, നിർജീവമായ ഭൂമിയെ ആ മഴ മുഖേന സജീവമാക്കുന്നവൻ ആരാണ്? അവർ പറയുന്ന മറുപടി ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്നവർ മറുപടി പറയുക തന്നെ ചെയ്യും. ഖുൽ, നബിയെ പ്രഖ്യാപിക്കൂ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറയൂ നബിയേ. ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, പക്ഷേ അധികം ആളുകളും ചിന്തിക്കുന്നില്ല. മക്കയിൽ അബൂജഹലിന്റെ വിശ്വാസ ഖുർആൻ പറയുന്നത്, ഉത്ബത്തിന്റെ വിശ്വാസമാണ് ഖുർആൻ പറയുന്നത്. ആരാ മഴ ഇറക്കുന്നത്? റബ്ബ്. ആരാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്നത്? റബ്ബ്. ആരാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്? റബ്ബ്. ആരാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്? റബ്ബ്. ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുകയാണ്, അന്നമിൻ ഈമാനിഹിം, അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാ, ഇദാ സുഇലൂ മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ ഖാലൂ, അവർ പറയും അല്ലാഹ്, അല്ലാഹുവാണ് എന്നവർ മറുപടി പറയും. പ്രിയമുള്ളവരെ, പണ്ഡിതന്മാർ അതിനെ മുഫസ്സിറുകൾ അതിനെ വിശദീകരിക്കുകയാണ്. വൈദാ ഖീല ലഹും മൻ യുനസ്സിലുൽ മത്തർ, അവരോട് ചോദിച്ചാൽ ആരാ മഴ പെയ്യിപ്പിക്കുന്നത് എന്ന്, ഖാലൂ, അവർ പറയും അല്ലാഹ്, അല്ലാഹുവാണ് എന്നവർ മറുപടി പറയും. വഹും മഅ ദാലിക, അതൊക്കെ അവർ അംഗീകരിക്കുന്നതോടൊപ്പം യഅബുദൂനൽ അസ്നാം, അവർ സനമുകളെ ആരാധിക്കും. അവരെന്ത് ചെയ്യും? ഇതൊക്കെ അവർ അംഗീകരിക്കും. അതോടൊപ്പം അവരെന്ത് ചെയ്യും? വിഗ്രഹങ്ങളെ ആരാധിക്കും. അഥവാ ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട്, കഅബാലയത്തിന്റെ അകത്തെ ഏറ്റവും വലിയ വിഗ്രഹം, പ്രിയമുള്ളവരെ, സാധാരണക്കാരന്റെ വിഗ്രഹമല്ല, മറിച്ച് ഏറ്റവും വലിയ വിഗ്രഹം ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തോട് അവർ പോയി തേടുകയാണ്. എന്താണ് അവരുടെ വിശ്വാസം? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്തിനാ നിങ്ങൾ റബ്ബല്ലാത്ത ഇബ്രാഹിം നബിയോട് തേടുന്നത്, ഇസ്മായിൽ നബിയോട് തേടുന്നത്, ലാത്തയോട് തേടുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി അതാ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ആരാ പറഞ്ഞത്? മക്കയിലെ മുശ്രിക്കുകൾ. എന്തിനാ നിങ്ങൾ ഇബ്രാഹിം നബിയോട് തേടുന്നത്? എന്തിനാ നിങ്ങൾ ലാത്തയോട് തേടുന്നത്? എന്തിനാ നിങ്ങൾ ഉസ്സയോട് തേടുന്നത്? അവർ പറഞ്ഞ മറുപടി ഖുർആൻ പഠിപ്പിക്കാണ്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, റബ്ബിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. മറ്റൊന്ന് അവർ പറഞ്ഞ മറുപടിയും ഖുർആൻ പറയുന്നുണ്ട്, ഹൗലാഇ, ഇക്കൂട്ടർ അഥവാ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്തയും ഉസ്സയും മനാത്തയും അടങ്ങുന്ന ഔലിയാക്കൾ, ഇവരൊക്കെ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്നവരാണ്. ഈ വിശ്വാസമുള്ളവരാ മക്ക മുശ്രിക്കുകൾ. സംശയമുണ്ടെങ്കിൽ ഖുർആൻ എടുത്ത് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാ ഞാൻ ഓതിയത്. ആർക്കും സംശയിക്കണ്ട. ഇവിടെ ധാരാളം മലയാള പരിഭാഷകളുണ്ട്, തഫ്സീറുകളുണ്ട് കേരളത്തിൽ, മുഴുവൻ സംഘടനകൾക്കുമുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ, ഞാൻ ഓതിയ ആയത്തിന്റെ അർത്ഥം അതല്ലേ എന്ന്. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് പഠിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ, എന്തിനാണ് ഈ മക്കയിലെ മുശ്രിക്കുകൾ അവർ ലാത്തയോട് തേടിയത്, അവർ ഉസ്സയോട് തേടിയത്, ഇബ്രാഹിം നബിയോട് തേടിയത്? റബ്ബിലേക്ക് അടുപ്പിക്കാൻ. നാളെ പാരത്രികമായ ലോകത്ത് റബ്ബിന്റെ അടുക്കൽ ഇവരൊക്കെ ഞങ്ങൾക്ക് ശുപാർശകരാണ്. ആ വിശ്വാസമായിരുന്നു പ്രിയമുള്ളവരെ അബൂജഹലിന്റെ വിശ്വാസമെങ്കിൽ ഗൗരവമായി ചിന്തിച്ചോ. എന്തിനാ പ്രിയമുള്ളവരെ മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നത്? എന്തിനാ മമ്പുറന്തങ്ങളോട് തേടുന്നത്? എന്തിനാ ഉള്ളാൾ തങ്ങളോട് തേടുന്നത്? എന്തിനാണ് കെട്ടിപ്പൊക്കപ്പെട്ട ഖബറിന്റെ അടുക്കൽ പോയി പ്രയാസങ്ങൾ പറയുന്നത്? എന്തിനാ? ഈ വാദം തന്നെ അവർക്കുള്ളത്. ഇവരൊക്കെ ഔലിയാക്കളാണ്, ഇവരൊക്കെ സ്വാലിഹീങ്ങളാണ്. അതുപോലെ തന്നെ മൗലൂദുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്നു. അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഞങ്ങൾ തേടുന്നത് അവരൊക്കെ മഹാന്മാരാണ്, അതുകൊണ്ട് അവരിലൂടെ റബ്ബിലേക്ക് അടുക്കാനാണ്. ഇതേ വാദമാണ് മുശ്രിക്കിന്റെ വാദം. എന്തിനാ നിങ്ങൾ ഇബ്രാഹിം നബിയോട് തേടുന്നത്? എന്തിനാ നിങ്ങൾ ഇസ്മായിൽ നബിയോട് തേടുന്നത്? ഖുർആൻ പഠിപ്പിക്കാൻ അവർ പറഞ്ഞ മറുപടി, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, റബ്ബിലേക്ക് അടുപ്പിക്കാൻ. രണ്ടും ഒരു വാദല്ലേ?
രണ്ടൊരു വാദല്ലേ. ഞങ്ങളെ മുശ്രിക്കാക്കി എന്നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ പറയേണ്ടത്, ഞങ്ങളെ മുശ്രിക്കാക്കി എന്നല്ല പറയേണ്ടത്. ഈ ശിർക്കിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ശിർക്ക് ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽളാലിമീന മിൻ അൻസാർ. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം ഹറാമാണ്, അവന് സ്വർഗം നിഷിദ്ധമാണ്, അവന്റെ സങ്കേതം നരകമാണ്, അവനൊരു സഹായിയെയും കണ്ടെത്താൻ സാധ്യമല്ല. ഹലോ, സ്വർഗം ഹറാം എന്ന് പറഞ്ഞ ഒരേ ഒരു തിന്മ ഈ ശിർക്കാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇത് ഗൗരവത്തിൽ സലഫികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മക്കാ മുശ്രിക്കുകളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും ഇലൽ ബർരി ഫഇദാ ഹും യുശ്രികൂൻ. അവർ കപ്പലിൽ യാത്ര പോകുമ്പോ വലിയ വലിയ കാറ്റും തിരമാലകളും അവർ കപ്പലിന്റെ നേരെ പാഞ്ഞെടുക്കുമ്പോ അവർ ആരോട് തേടി? അവർ ആരോട് തേടി? മുഅ്മിനേ, സാധാരണക്കാരായ ആളുകളോടാ പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിന്റെ 65-ാമത്തെ വചനത്തിലൂടെ പറയുകയാണ്, അതെ, അവർ ശക്തമായ കാറ്റിലും കോളിലും അകപ്പെടുമ്പോ കപ്പലിൽ കടലിലൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കെ അവർക്കിനി രക്ഷയില്ല എന്ന് തോന്നുമ്പോ അവർ ആരോടാണ് തേടിയത്? ഖുർആൻ പറയുന്നു, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കീഴ്വണക്കം റബ്ബിലേക്കാക്കി അവരതാ ഇഖ്ലാസോടുകൂടെ റബ്ബിനോട് തേടുന്നു. ആര് തേടി? അബൂബക്കർ റളിയല്ലാഹു അൻഹു തേടി എന്നല്ല, ഉമർ റളിയല്ലാഹു അൻഹു തേടി എന്നല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തേടി എന്നല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന മുശ്രിക്കുകളായ ആളുകളതാ അതേ കാറ്റിലും കോളിലും അകപ്പെടുമ്പോ അവർ ഇഖ്ലാസോടുകൂടി റബ്ബിനോട് തേടുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫലമ്മാ നജാഹും മിനൽ ബർരി, അങ്ങനെ അവരെ കരയിലേക്ക് നാം രക്ഷപ്പെടുത്തിയാലോ ഫഇദാ ഹും യുശ്രികൂൻ, അവരതാ വീണ്ടും റബ്ബിൽ പങ്കുചേർക്കുന്നു. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, ഈ വിശ്വാസം, ഈ ഒരു നിലപാട് ഇതായിരുന്നു മക്ക മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. റബ്ബിനെ അറിയാത്തവരല്ല, റബ്ബിനെ പോലെ മറ്റൊരു റബ്ബുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. എന്താ അവിടെ പറഞ്ഞത്? റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ശിർക്കാകൂ എന്നല്ലേ പറഞ്ഞത്? ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്നല്ലേ പ്രിയമുള്ളവരെ പറഞ്ഞത്? എന്നാൽ നോക്കൂ നിങ്ങൾ, ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ല. ഇലാഹിന് നൽകേണ്ടുന്ന ആരാധനയുടെ വശങ്ങളെ മറ്റേതെങ്കിലും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്താൽ അവൻ ഇലാഹാക്കി ആ സൃഷ്ടിയെ. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യേണ്ടതിന് പകരം ആ ദുആ എന്ന് പറയുന്ന, പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഇബാദത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിയിലേക്ക് വഴിമാറിപ്പോയാൽ ഞാൻ ഇലാഹാക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ സൃഷ്ടിയെ അവൻ ഇലാഹാക്കി. ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്നുള്ളത്, റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദുആ ചെയ്താലേ, ഇസ്തിഗാസ നടത്തിയാലേ ശിർക്ക് വരൂ എന്നുള്ളത് അഹ്ലുസുന്നയുടെ നിർവചനമല്ല, അത് ശിയാക്കളുടെ നിർവചനമാണ്, അത് ഖുമൈനിയുടെ നിർവചനമാണ്, അവരുടെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിവിട്ട നിർവചനമാണ്. ഇലാഹാണെന്ന് വിശ്വാസമില്ലെങ്കിൽ മരത്തോടും ആകാന്നാ അവര് പറഞ്ഞത്. ഇലാഹാണ്, റബ്ബാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ കല്ലിനോടും തേടാം എന്നാ ഷിയാക്കൾ പറഞ്ഞത്. അതേ വാദമാണ് പ്രിയമുള്ളവരെ ഇവിടെ പലരും മുസ്ലിയാക്കന്മാർ പറഞ്ഞു പോയത്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഹുനൈൻ യുദ്ധത്തിന്റെ സമയം മുശ്രിക്കുകളായ ആളുകൾ ബർക്കത്തെടുക്കാൻ വേണ്ടി തൂക്കിയിരുന്ന ഒരു ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന മരമുണ്ട്. പ്രിയമുള്ളവരെ, ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബ അവർ ചോദിക്കുകയാണ് നബിയോട്, നബിയേ, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത്തു അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്. അവർക്ക് ബർക്കത്തെടുക്കാൻ ഒരു ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ, അഥവാ ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരമുള്ളതുപോലെ ഞങ്ങൾക്കും ബർക്കത്തെടുക്കാൻ ഒരു ദാത്തു അൻവാത്ത് വേണം നബിയേ. ഇത് കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അല്ലാഹു അക്ബർ വല്ലദീ നഫ്സി മുഹമ്മദും ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ ലിമൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. ഓ സഹാബത്തെ, നിങ്ങൾ ബനൂ ഇസ്രായീലർ മൂസ നബിയോട് ചോദിച്ച ചോദ്യമാണ്, അതേ ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. എന്താ മൂസ നബിയോട് ബനൂ ഇസ്രായീലർ ചോദിച്ചത്? അവർക്കൊക്കെ കാണുന്ന ഒരു ഇലാഹുള്ളത് പോലെ മൂസ
ഞങ്ങൾക്കും കാണുന്ന ഒരു ഇലാഹിനെ നൽകണം മൂസ. കേട്ടോ, ബർക്കത്തെടുക്കാൻ ഒരു മരം ചോദിച്ചതാ. അപ്പൊ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇലാഹിനെ ചോദിച്ചു എന്നാണ്. കേട്ടോ, ഞങ്ങൾക്ക് ഇലാഹാക്കാൻ ഒരു മരം വേണമെന്ന് സഹാബത്ത് പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടി തൂക്കിയിടാൻ ഒരു മരം വേണമെന്നാണോ പറഞ്ഞത്? അല്ല, ബർക്കത്തെടുക്കാൻ ഒരു മരം വേണമെന്ന്. അവർക്ക് മുശ്രിക്കുകളായ ആളുകൾക്ക് ബർക്കത്തെടുക്കാൻ ഒരു മരമുള്ളതുപോലെ, അവിശ്വാസികൾക്ക് ബർക്കത്തെടുക്കാൻ ഒരു മരമുള്ളതുപോലെ നബിയെ ഞങ്ങൾക്കും അത്തു അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരം തരണം. അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പടച്ചോനെ നിങ്ങൾ എന്ത് ചോദ്യാ ചോദിക്കുന്നത്? മൂസാ നബിയോട് ബനൂ ഇസ്രായേലർ ചോദിച്ച ചോദ്യമാണല്ലോ. ഞങ്ങൾക്കൊരു കാണുന്ന ഇലാഹിനെ നൽകണം മൂസ. അതെ, അവർക്കൊരു കാണുന്ന ഇലാഹുള്ളതുപോലെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ ലതർകബുന്ന മൻ കാന ഖബലകും. നിങ്ങളൊരു വിവരമില്ലാത്ത ജനത തന്നെയാണ്. മുൻഗാമികളെ നിങ്ങൾ ഈ രൂപത്തിൽ പിൻപറ്റുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പൊ ഇലാഹാണ്, ഒരു ഇലാഹിനെ തരണം എന്ന് ചോദിച്ചിട്ടില്ല. ഒരു മരെ ചോദിച്ചത് ബർക്കത്തെടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇലാഹിനെ ചോദിച്ചു എന്നാ. അപ്പൊ പ്രിയമുള്ളവരെ, ഇലാഹാണ് എന്ന വിശ്വാസം വേണ്ട. കാരണം ഇലാഹിൽ നിന്ന് ലഭിക്കേണ്ടുന്ന, ഇലാഹിന് മാത്രമായ ചില കഴിവുകൾ, പ്രിയമുള്ളവരെ, ആരാധ്യനുണ്ടാകേണ്ട ചില പ്രത്യേകമായ കഴിവുകൾ, പ്രാർത്ഥന കേൾക്കുക, ഉത്തരം ചെയ്യുക, രോഗം ശിഫയാക്കുക, ഇങ്ങനെ തുടങ്ങി കുഞ്ഞിനെ നൽകുക, ഇങ്ങനെ തുടങ്ങി ഇലാഹിനുണ്ടായിരിക്കേണ്ട ഗുണം മറ്റൊരു വ്യക്തിക്കുണ്ട്, ശക്തിക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ, പ്രിയമുള്ളവരെ, ആ വിശ്വാസമാണ് ശിർക്ക്. ഞാൻ ഇലാഹാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ തേടിയത് റബ്ബിലേക്ക് അടുപ്പിക്കാനാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ തേടിയത്, പ്രിയമുള്ളവരെ, റബ്ബിനെ പോലെ മറ്റൊരു റബ്ബാണ് ഇബ്രാഹിം നബി എന്ന് വിശ്വസിച്ചിട്ടല്ല. ഇലാഹാണ് ഇബ്രാഹിം നബി എന്ന് വിശ്വസിച്ചിട്ടല്ല. റബ്ബാണ് ഇബ്രാഹിം നബി എന്ന് വിശ്വസിച്ചിട്ടല്ല. മറിച്ച് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തുകളുടെ അടിസ്ഥാനത്തിലാണ് മക്ക മുശ്രിക്കുകൾ ചോദിച്ചത്. അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പറഞ്ഞത്. ഇനി നോക്കൂ നിങ്ങൾ, ആ റബ്ബിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാരെ സ്വീകരിച്ചത് ശിർക്ക്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ അപ്പുറം സ്വയം കഴിവുണ്ട്. അവർ ആരാധിക്കുന്ന മുഹയ്യദ്ദീൻ ശൈഖിന് സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസം തന്നെയും ഇവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിയാക്കന്മാർക്കുണ്ട്. അത് ഞാൻ ആരോപിക്കുകയല്ല. ഇവരുടെ പുസ്തകം വഹദത്തുമാല വ്യാഖ്യാനം KV മുഹമ്മദ് മുസ്ലിയാർ അതിന്റെ 42-ാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താ? റബ്ബ് കൊടുത്ത കഴിവെന്ന് സഹായിക്കുന്ന, അല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, വഹദത്തുമാല വ്യാഖ്യാനത്തിലൂടെ KV മുഹമ്മദ് മുസ്ലിയാർ പറയുകയാണ്, ഗൗസുൽ അഅ്ലമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ അഅ്ലമാണ്. ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ ഏതാ പ്രിയമുള്ളവരെ ശിർക്ക്? അല്ലാഹനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ അഅ്ലമാണ്. ഗൗസുൽ അഅ്ലമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അല്ലാഹുവാണ് എന്ന് വെച്ചാൽ അല്ലാഹു തന്നെയാണ് ഗൗസുൽ അഅ്ലം, ഗൗസുൽ അഅ്ലം തന്നെയാണ് അല്ലാഹ്. ഈ അദ്വൈതവാദം ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരെ, നാളെ ഒരു പാരത്രികമായ ലോകമുണ്ട്. രഹസ്യങ്ങളും പരസ്യങ്ങളും പരിശോധിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട്. റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷയില്ല. റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഒരു അദ്വൈതവാദം അതേ റബ്ബിനെ സൃഷ്ടികളോട് ഉപമിച്ചുകൊണ്ട് വലം യകുല്ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെ പോലെ അതൊന്നുമില്ല, അവനെ പോലെ യാതൊന്നുമില്ല, അവനെ പോലെ കിടയത്ത ഒന്നുമില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോ എന്താണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടിയാലും ഉത്തരം ചെയ്യുന്നത് അല്ലാഹുവാണ്, അല്ലാഹുവിനോട് തേടിയാലും ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ അഅ്ലമാ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? ഇനി മാത്രമല്ല പ്രിയമുള്ളവരെ, എന്താണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല എന്നാ ഇവർ പറഞ്ഞത്. ഇവർ പറഞ്ഞെന്താ? സ്വയം കഴിവുണ്ട് മുഹ്യിദ്ദീൻ ശൈഖിനെ എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല, അല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, ഇവരുടെ പുസ്തകങ്ങളിൽ ഇവർ എഴുതിവിട്ടിട്ടുള്ളത് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയോ? മുഹ്യിദ്ദീൻ ശൈഖിന് സ്വയം കഴിവുണ്ട്.
ഈ വിശ്വാസം അവർക്കുണ്ട്. അത് ഉണ്ട് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, മറിച്ച് ഇവരുടെ പുസ്തകത്തിൽ തന്നെ ഇവർ എഴുതി വിട്ടിട്ടുണ്ട്. അഥവാ ജീലാനിയും പാതിരിയും സുന്നത്ത് മാസിക പേജ് 12 1987 ഡിസംബറിൽ ഇറങ്ങിയ സുന്നത്ത് മാസിക അതിന്റെ 12ാമത്തെ പേജിൽ പറയുകയാണ്, പാതിരിയും അതുപോലെ തന്നെ ശൈഖ് ജീലാനിയും തമ്മിൽ ഒരു മത്സരം നടക്കുകയാണ്. എന്താ മത്സരം? എന്താണ് പ്രിയമുള്ളവരെ മത്സരം? ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ ഒരു വ്യക്തി മാത്രമായ ഞാൻ എന്റെ അനുമതി പ്രകാരം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചാൽ ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയാണ് ഉന്നത മനുഷ്യനെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? ജീലാനി പാതിരിയോട് ചോദിക്കുക. ഏതിലാ? സുന്നത്ത് മാസിക 1987 ഡിസംബർ മാസത്തിൽ ഇറക്കിയ സുന്നത്ത് മാസികയിലെ 12ാമത്തെ പേജിൽ കാണാം, ജീലാനിയും ഒരു പാതിരിയും ക്രൈസ്തവ പുരോഹിതനും തമ്മിൽ മത്സരം നടക്കുക. എന്താണ് മത്സരത്തിൽ ചോദിക്കുന്നത്? മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ചോദിച്ചുവത്രേ, പ്രിയമുള്ളവരെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേര് എഴുതിണ്ടാക്കുകയാണ്. അദ്ദേഹം ചോദിച്ചുവത്രേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ ഒരു വ്യക്തി മാത്രമായ ഞാൻ എന്റെ അനുമതി പ്രകാരം മരിച്ചവരെ ജീവിപ്പിച്ചാൽ എന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ഉന്നതനായ വ്യക്തിത്വമെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? ജീലാനി ചോദിച്ചപ്പോൾ പാതിരി സമ്മതിച്ചു. അവർ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ശ്മശാന ഭൂമിയിലേക്ക് നടന്നു നീങ്ങി. ശ്മശാന ഭൂമിയിൽ നിന്ന് ജീലാനി ചോദിച്ചു, ആരെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത്? ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ നാമവും അദ്ദേഹത്തെ മറവ് ചെയ്ത സ്ഥലവും പാതിരി കാണിച്ചു കൊടുത്തു. ആരെ ജീവിപ്പിക്കേണ്ടത്? വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഖബറ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ജീലാനി അത് കണ്ടപ്പോ പറഞ്ഞു, സ്ഥലം ഇതൊക്കെ കാണിച്ചു കൊടുത്താ ഇയാളെ ജീവിപ്പിക്കണം. ഉടനെ ജീലാനി പറഞ്ഞു, യാ ഫുലാൻ കുംബി ഇതിനീ, മനുഷ്യ എന്റെ അനുമതി പ്രകാരം നീ എഴുന്നേൽക്കുക. തൽക്ഷണം ഖബറ് പൊട്ടിപ്പിളർന്നു. അകത്തുള്ളവൻ ജീലാനിക്കു നേരെ വന്നു. കണ്ടോ പ്രിയമുള്ളവരെ, എന്താ എഴുതി വിട്ടത്? എന്റെ അനുമതി പ്രകാരം ഈസ നബി ജീവിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരെ. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമാണെങ്കിൽ. ഈസ നബി മനുഷ്യരെ ജീവിപ്പിച്ചത് റബ്ബിന്റെ അനുമതി പ്രകാരമാണെങ്കിൽ, ജീലാനി യഥാ മനുഷ്യരെ ജീവിപ്പിച്ചത് സ്വന്തം കഴിവ് കൊണ്ടാണ്. അപ്പൊ അത് കൊടുത്ത കഴിവാ അല്ല, സ്വന്തം കഴിവുണ്ട് എന്നാ വിശ്വസിക്കുന്നത്. അള്ളാനെ പോലെയാണ് നാ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, അടുപ്പിക്കാൻ വേണ്ടി തേടിയാൽ പോലും ശിർക്കാണ്. അടുപ്പിക്കുമെന്നുള്ള വിശ്വാസം പോലും ശിർക്കാണെങ്കിൽ ഇതെത്ര ഗൗരവമുള്ളതാണ്, ഇതെത്ര ഗൗരവമുള്ളതാണ് പ്രിയമുള്ളവരെ. അപ്പോ റബ്ബിന് മാത്രമുള്ള മരിച്ചവനെ ജീവിപ്പിക്കാനുള്ള കഴിവ് ആരുടെ കഴിവാണ്? ആ റബ്ബല്ലേ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ഇനിയോ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാമെന്ന വാദമില്ല എന്നാ ഇവർ പറയുന്നത്. ഞങ്ങൾക്ക് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദമില്ല, ഇസ്തിഗാസ നടത്താമെന്ന വാദമേയുള്ളൂ, ശഫാഅത്ത് ചോദിക്കാമെന്ന വാദമേയുള്ളൂ എന്നൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. അവരുടെ വാദം എന്താ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫത്താവ മുഹിയുസ്സുന്ന, നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഫത്താവ മുഹിയുസ്സുന്ന, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പേജ് 38. എന്താ അതിൽ പറഞ്ഞത്? അതിലൊരു ചോദ്യം. സലഫികളുടെ പുസ്തകമല്ല, ഇവിടെയുള്ള മാഗ്നറ്റ് ഗ്രൂപ്പ്, കാന്ത ഗ്രൂപ്പിന്റെ അവരുടെ നേതാവാണ് പൊന്മള, അല്ലേ? എന്താ അതിൽ ചോദ്യം? മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? എന്താ ചോദ്യം? ഇസ്തിഗാസ നടത്തുന്നത് എന്നല്ല ചോദ്യം. എന്താ? മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? എന്താ മറുപടി? എന്താണ് ഒരു മുസ്ലിം മറുപടി പറയേണ്ടത്? അനുവദനീയമല്ല എന്നല്ലേ ഇവർ മറുപടി പറയേണ്ടത്. എന്താ? ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന വാദമില്ല എന്ന് പറയുന്നവരാണ് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന മറുപടി എന്താ? ഇവർ പറയേണ്ടത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന വാദമില്ല, ഇസ്തിഗാസ നടത്താമെന്ന വാദമേയുള്ളൂ എന്നല്ലേ മറുപടി പറയേണ്ടത്. എന്നാൽ അതിലെന്താ മറുപടി അറിയോ? ഇതാ അദ്ദേഹം മറുപടി പറയാ, അനുവദനീയമാണ്. മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? മറുപടി, പൊന്മളയുടെ മറുപടി ഇതുവരെ തിരുത്തിയിട്ടില്ല, ഈ ഡേറ്റ് വരെ തിരുത്തിയിട്ടില്ല. അനുവദനീയമാണ്.
അനുവദനീയമാണ് എന്ന് പറയുന്ന ശിർക്കനാദർശമാണ് പ്രിയമുള്ളവരെ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ സുന്നത്ത് മാസികയിലുമുണ്ടത്. കബറുകളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആളുകളെ, അതേ മരിച്ച മഹാത്മാക്കളുടെ കബർ സന്ദർശന വേളയിൽ അവരെ നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കാം. ഇത് പറയുന്നതിൽ എന്തിനാണ് ഇത്ര പേടിക്കാൻ എന്ന് എഴുതിപ്പെട്ട നുസ്രത്ത് മാസികയുണ്ട് പ്രിയമുള്ളവരെ. ഇതെന്താ അവിടെ എന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന വാദമില്ല എന്ന്. അല്ലേ? ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്? ഈ സമുദായത്തെ ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോയി കാലകീലകളും നൂലാമാലകളും അതെ അത്തരം അനിസ്ലാമികമായ എല്ലാത്തിലേക്കും കൊണ്ടുപോയി അവരുടെ പണം പിടുങ്ങി ജീവിക്കുന്നവർ. പ്രിയമുള്ളവരെ, നിങ്ങൾ പരലോകത്തെ പേടിക്കുക. റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും കടന്നു വരും. പിൻപറ്റിയവരും പിൻപറ്റപ്പെട്ടവരും ഉണ്ടാകും. അവിടെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് പിൻപറ്റപ്പെട്ടവരും പിൻപറ്റിയവരും തമ്മിലുള്ള ബന്ധം അന്ന് മുറിഞ്ഞു പോകും. ഒരു മുസ്ലിയാരും രക്ഷപ്പെടുത്താനുണ്ടാവില്ല, ഒരു മൗലവിയും രക്ഷപ്പെടുത്താനുണ്ടാവില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ ഒരു സംസാരമുണ്ട്. യാ ഫാത്തിമ ഖിത്അതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, ഈ ദുനിയാവിൽ നിനക്ക് വേണ്ടത് പിതാവിനോട് ചോദിച്ചു കൊള്ളുക, നൽകാൻ എനിക്ക് സാധിച്ചേക്കാം. പക്ഷേ നാളെ പരലോകത്ത് അൻഖിദി നഫ്സകി മിനന്നാർ, മോളെ നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പഠിപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് മതം പഠിക്കുക, തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അവർക്കേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഖബറുകൾ കെട്ടിപ്പൊക്കുകയും അതിന്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുകയും ആരാണ് പ്രിയമുള്ളവരെ ഈ ആദർശം പഠിപ്പിച്ചത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ തട്ടി നിരപ്പാക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തിത്വമാണ്. സ്വഹാബത്ത് ഖബർ തട്ടി നിരപ്പാക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തിത്വമാണ്. അതാ ഇസ്ലാമിന്റെ ആദർശം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സലഫികളൊക്കെ കബർ പൊളിക്കുന്നവരാണ് എന്നല്ല, മറിച്ച് ആദർശം അതാണ്. ആശയപരമായി കബറിനെ ഞങ്ങൾ പൊളിക്കും, ഒരു സംശയവുമില്ല. ആശയപരമായി, കായികമായിട്ടല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കബറുകൾ തട്ടി നിരപ്പാക്കാൻ ഇസ്ലാമാണ് പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, മറ്റൊരു ചോദ്യം എന്താണ്? മരിച്ചവരെ എന്തിന് ബുദ്ധിമുട്ടിക്കണം? ഒരു വ്യക്തി ചോദിച്ചു. ഇവിടെ നടന്ന മുഖാമുഖത്തിൽ മുസ്ലിയാരോട് ചോദിച്ച ചോദ്യമാണ്. ദുന്യവിയായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? എന്തായാലും മറുപടി അദ്ദേഹം കൊടുത്തത് എന്നറിയോ? മഹാന്മാരുടെ പണി തന്നെ അവരുടെ ആളുകളുടെ അടുക്കൽ വന്ന് അവരെ സഹായിക്കലാണ്. അള്ളാഹു അവർക്ക് അതിനൊരു പവർ നൽകിയിട്ടുണ്ട് എന്നാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. എന്താ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത്? എന്താ പ്രിയമുള്ളവരെ പറഞ്ഞത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മരണശേഷവും എനിക്ക് കഴിയുമെന്നാണോ? മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന അമനത്തുൻ ലി അസ്ഹാബി, ഞാൻ എന്റെ സഹാബത്തിനുള്ള സുരക്ഷയാണ്. ഫഇദാ ദഹബ്തു, ഞാൻ അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതാ അസ്ഹാബി മാ യുഅദൂൻ, എന്റെ സമുദായത്തിന് എന്റെ സഹാബത്തിന് വരാനുള്ള എല്ലാ ഫിത്നകളും വരും. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു കിടക്കുമ്പോ അവിടുത്തെ ഭൗതികമായ ശരീരം ഈ ഭൂമി ലോകത്തുണ്ട്. അവർക്കിടയിൽ പ്രശ്നമുണ്ടായില്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച ആളുമായി കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹരിച്ചോ ആ പ്രശ്നം? മരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അതാ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊടുത്തപ്പോ അദ്ദേഹം അങ്ങ് സമാധാനപ്പെടുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി മുസ്ലിം ലോകത്ത്, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കടന്ന് പരിഹരിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാ പ്രിയമുള്ളവരെ കഴിയാ? എന്താ പറഞ്ഞത്? മരിച്ചുപോയ ആളുകൾ, മഹാത്മാക്കളായ ആളുകൾ അല്ലെ, ഇസ്തിഗാസ് എന്തിനാ വെറുതെ മരിച്ചുപോയവരെ വിളിച്ചു തീർന്നത്? അവരവിടെ കിടന്നോട്ടെ. ഒരു സാധു മനുഷ്യൻ ചോദിച്ചതാ. അതിനെന്താ മറുപടി പറഞ്ഞത്? മഹാന്മാരുടെ പണി തന്നെ മരിച്ചു കഴിഞ്ഞാല് അവരുടെ ആളുകളെ സഹായിക്കലാണ് അതിനൊരു പവർ കൊടുത്തിട്ടുണ്ട് എന്നാ. പ്രിയമുള്ളവരെ, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. അല്ലെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. മുർത്തദ്ദകളായി പല ആളുകളും ഇസ്ലാം എന്ന് പുറത്തുപോയി. സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് പല ആളുകളും മാറി നിന്നു.
പ്രിയമുള്ളവർ, എന്തൊക്കെ മുസ്ലിം ലോകത്ത് പ്രശ്നം ഉണ്ടായി. ശരി, ദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് പോയി ചോദിച്ചൊരു പരിഹാരം കാണാം. പറഞ്ഞോ? ഇല്ല. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കരഞ്ഞുനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ആലോചിച്ച് കരഞ്ഞിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. എന്ത് പറഞ്ഞാ കരഞ്ഞത്? നമുക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അല്ലാതെ നമുക്കെല്ലാം പരിഹരിക്കുന്നല്ല, അതിനക്ക് പവർ തന്നിക്കണമെന്നല്ല. ഇതാര് പഠിപ്പിച്ചതാ? ആരാ പ്രിയമുള്ളവരെ പഠിപ്പിച്ചത്? ഈ നിലക്ക് ഈ മരിച്ച മയ്യത്തുകളുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യാൻ ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന, അതിന് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പുരോഹിതന്മാർ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരും. പിൻപറ്റിയവരും വരും, പിൻപറ്റപ്പെട്ടവരും വരും. ആരും അവിടെ സഹായിക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏകനായ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക. അവനിൽ നിങ്ങൾ തവക്കുലാക്കുക. നേർച്ച വഴിപാടുകൾ മുഴുവൻ ആ റബ്ബിലേക്ക്, ഇബാദത്തിന്റെ മുഴുവൻ വശങ്ങളും ആ റബ്ബിലേക്ക്, മറ്റു സൃഷ്ടികളിലേക്ക് വഴിമാറിപ്പോയി കൂടാ. അത് റബ്ബിൽ പങ്കുചേർക്കലാണ്. റബ്ബ് പൊറുക്കാത്ത പാപമാണ്, സ്വർഗം ഹറാമാകുന്ന പാപമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഇവിടെ നടന്ന സംസാരങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വിശദീകരണം നിങ്ങൾ കേൾക്കാവുന്നതാണ്. എല്ലാവരും പെട്ടെന്ന് മഗ്‌രിബ് നമസ്കരിച്ച് ഇവിടെ എത്തണമെന്ന് അറിയിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.